Hi dears, welcome to ACHUS DESIGN. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഇവിടെ. അതുപോലെ നമുക്ക് കോട്ടൺ ത്രെഡ്സിലും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് കളർ ത്രെഡ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് ചെയ്യേണ്ട ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. 4 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ആദ്യം ലേസി മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് പിന്നെ നമുക്ക് ഓരോ പെറ്റൽ ചെയ്യുമ്പോഴും നീഡിലിൻ്റെ മുകളിൽ കൂടി ത്രെഡ് വലിച്ചു വേണം നമുക്ക് ഈ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഇത് നമുക്ക് പല കളേഴ്സിലും നമ്മുടെ ഈ ഒരു ഡ്രസ്സിൽ നമുക്ക് ചെയ്തു കൊടുക്കണം. നമ്മൾ ഓരോ ഫ്ലവേഴ്സും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ടോടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത ഫ്ലവർ എന്ന് പറയുന്നത് ലേസി സ്റ്റിച്ചാണ്. അപ്പോൾ ഇതൊരു 8 സ്ട്രാൻഡ്സിലാണ് ഞാൻ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പെറ്റലും നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കളേഴ്സൊക്കെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഡിസൈൻ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ വേസ്റ്റ് ഭാഗം വരെയാണ് വരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യണില്ല. നമ്മുടെ നെക്കിൻ്റെ ഒരു പകുതി ഭാഗം വരെയാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നമുക്ക് ഓരോ പെറ്റലും നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഫ്ലവർ വരുന്നത് ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് വരുന്നത്. ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് നീഡിലിൽ ചുറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് കളർ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഓൾ ഓവർ ഡിസൈനിൽ ഷോൾഡർ ഡിസൈനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് ഉള്ളിൽ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ലീഫും സ്റ്റെമ്മും ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 4 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ലീഫ് ചെയ്യാനും സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റെം ചെയ്യാനായിട്ട് നമുക്ക് സാറ്റിൻ ലീഫാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം അടുത്ത ലെയർ ചെയ്യാനായിട്ട്.
ഇതുപോലെയാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഞാൻ നേരത്തെ മുൻപ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. എനിക്ക് വേറൊരു യൂട്യൂബ് ചാനലൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ഈ വൈറ്റിൽ ഞാൻ ചെയ്തേക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ കോട്ടൺ ത്രെഡ്സാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ബ്ലാക്കിൽ ചെയ്തിട്ടുള്ളത്. വൈറ്റിൽ ഞാൻ ഫുള്ള് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ ഭാഗം തൊട്ട് ആ വേസ്റ്റ് ഭാഗം വരെ ഇതുപോലെ ചരിഞ്ഞാണ് വരുന്നത്. ഒരു കർവ് ഷേപ്പിലാണ് വരുന്നത്. അതുപോലെ സ്ലീവിൻ്റെ പകുതി ഭാഗം വരെ, ഫുള്ളായിട്ടില്ല, പകുതി ഭാഗം വരെയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് ചെയ്തത്. ഇത് ബോർഡ് നെക്കിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, ഓൾ ഓവർ ഡിസൈൻ പോലെ തന്നെയാണ്, സ്റ്റിച്ചസ് പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ പല കളേഴ്സ് മാറി മാറി കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിൽ ചെയ്തപ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുള്ളത്. സിൽക്ക് ത്രെഡിൽ ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് കുറച്ച് സ്മോൾ ഫ്ലവേഴ്സായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ കുഞ്ഞു ചാനലാണ്. അപ്പം കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും.